രാമായണം പ്രശ്നോത്തരിയിലേക്ക് സ്വാഗതം. ആദ്യകാണ്ഡം ബാലകാണ്ഡം. ആദികവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വാൽമീകി. അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരൊക്കെ തമ്മിലുള്ള സംവാദമായിട്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം ഉമാമഹേശ്വരർ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുടങ്ങുന്നത് ഏത് പദത്തോടു കൂടിയാണ്? ശ്രീരാമ രാമ രാമ. അധ്യാത്മരാമായണം മൂലം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? സംസ്കൃതം. വാൽമീകിക്ക് രാമായണം ഉപദേശിച്ചത് ആരാണ്? ശ്രീ നാരദ മഹർഷി. വാൽമീകി രാമായണത്തിൽ എത്ര കാണ്ഡങ്ങൾ ഉണ്ട്? 7 കാണ്ഡങ്ങൾ. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആദ്യ കാണ്ഡം ഏത്? ബാലകാണ്ഡം. ദശരഥ മഹാരാജാവിൻ്റെ രാജ്യത്തിൻ്റെ പേരെന്ത്? കോസലം. കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? അയോധ്യ. സൂര്യവംശത്തിൻ്റെ കുലഗുരു ആരാണ്? വസിഷ്ഠൻ. ദശരഥന്റെ പുത്രിയുടെ പേര്? ഉത്തരം ശാന്ത. ശാന്തയുടെ ഭർത്താവിൻ്റെ പേരെന്ത്? ഋഷ്യശൃംഗൻ. ഏത് നദിയുടെ തീരത്ത് വെച്ചാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത്? ഉത്തരം സരയൂ നദി. പുത്രകാമേഷ്ടി സമാപിച്ചപ്പോൾ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉയർന്നു വന്നത് ആരായിരുന്നു? വഹ്നിദേവൻ. ശ്രീരാമന്റെ മാതാവ് ആരാണ്? കൗസല്യ. ശ്രീരാമന്റെ ജന്മനക്ഷത്രം ഏതാണ്? ഉത്തരം പുണർദം. മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ ശംഖിൻ്റെ പേര് എന്താണ്? പാഞ്ചജന്യം. കൈകേയിയുടെ പുത്രൻ ആര്? ഭരതൻ. ദശരഥപുത്രരിൽ ഏറ്റവും ഇളയവൻ ആരായിരുന്നു? ശത്രുഘ്നൻ. സുമിത്രയുടെ പുത്രന്മാർ ആരെല്ലാം?
ലക്ഷ്മണൻ, ശത്രുഘ്നൻ. വിശപ്പും ദാഹവും അറിയാതിരിക്കാൻ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ച മന്ത്രങ്ങൾ ഏതെല്ലാം? ബല, അതിബല. ശ്രീരാമനാൽ ആദ്യം വധിക്കപ്പെട്ട രാക്ഷസി ആര്? താടക. വിശ്വാമിത്രന്റെ യാഗമുടക്കാൻ എത്തിയിരുന്ന രാക്ഷസന്മാർ ആരെല്ലാമായിരുന്നു? മാരീചൻ, സുബാഹു. ശ്രീരാമനാൽ ശാപമോക്ഷം നൽകപ്പെട്ട മുനിപത്നി ആര്? അഹല്യ. അഹല്യയുടെ ഭർത്താവ് ആര്? ഗൗതമ മഹർഷി. അഹല്യയുടെ പുത്രൻ ആര്? ശതാനന്ദൻ. വസിഷ്ഠന്റെ പത്നിയുടെ പേരെന്താണ്? അരുന്ധതി. മിഥിലയിലെ രാജാവ് ആരായിരുന്നു? ജനകൻ. ജനക മഹാരാജാവിന് പുത്രിയായ സീതയെ ലഭിച്ചത് എവിടെ നിന്നാണ്? ഉഴവുചാലിൽ നിന്ന്. ലക്ഷ്മണന്റെ പത്നിയുടെ പേരെന്ത്? ഊർമിള. ഭരതന്റെ പത്നിയുടെ പേരെന്ത്? മാണ്ഡവി. ശത്രുഘ്നന്റെ പത്നിയുടെ പേരെന്ത്? ശ്രുതകീർത്തി. മഹാവിഷ്ണുവിന്റെ ശംഖിന്റെ അംശം ദശരഥപുത്രരിൽ ആരായിട്ടാണ് ജനിച്ചത്? ഭരതൻ. ശത്രുഘ്നനായി അവതരിച്ചത് മഹാവിഷ്ണുവിന്റെ ഏത് ആയുധത്തിന്റെ അംശമാണ്? സുദർശന ചക്രം. ആദിശേഷന്റെ അംശം ദശരഥപുത്രരിൽ ആരായിട്ടാണ് ജനിച്ചത്? ലക്ഷ്മണൻ. പരശുരാമന്റെ മാതാപിതാക്കൾ ആരെല്ലാം? രേണുക, ജമദഗ്നി. ശ്രീരാമാവതാരം ഉണ്ടായത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗം. അയോധ്യാകാന്ഡം. സീതാദേവിയോടും കൂടി അയോധ്യയിൽ വസിക്കുന്ന ശ്രീരാമനെ ദർശിക്കാൻ എത്തിയ മഹർഷി ആരായിരുന്നു? ശ്രീ നാരദ മഹർഷി. രാമാഭിഷേകം മുടക്കാൻ
ദേവന്മാർ സമീപിച്ചത് ആരെയായിരുന്നു? സരസ്വതീ ദേവിയെ. രാമാഭിഷേകം മുടക്കാൻ കൈകേയിയെ പ്രലോഭിപ്പിച്ചത് ആരാണ്? മന്ധര. ദശരഥൻ കൈകേയിക്ക് വരങ്ങൾ കൊടുത്ത സന്ദർഭം ഏതായിരുന്നു? ദേവാസുര യുദ്ധം. എത്ര വർഷമായിരുന്നു ശ്രീരാമന്റെ വനവാസകാലം? 14 വർഷം. വനവാസത്തിന് പോകുമ്പോൾ ശ്രീരാമനെ അനുഗമിച്ചത് ആരെല്ലാം? സീതയും ലക്ഷ്മണനും. വനവാസത്തിന് പോയ ശ്രീരാമൻ ആദ്യമായി കണ്ടുമുട്ടിയത് ആരെയായിരുന്നു? ഗുഹനെ. ഗുഹൻ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ശൃംഗിവേരം. വാൽമീകിയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു? രത്നാകരൻ. ദശരഥന് ആരിൽ നിന്നായിരുന്നു ശാപം ഏറ്റത്? വൈശ്യദമ്പതികളിൽ നിന്ന്. കാട്ടിൽ താമസിക്കുന്നവർ എണ്ണയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ത്? ഇങ്കുതി. ശ്രീരാമന്റെ ആജ്ഞാനുസരണം അയോധ്യയിലേക്ക് മടങ്ങിയ ഭരതൻ പിന്നീട് എവിടെയാണ് താമസിച്ചത്? നന്ദിഗ്രാമം. ആരണ്യകാണ്ഡം. ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ച ഉടനെ ശ്രീരാമാദികളെ എതിരിട്ട രാക്ഷസൻ ആര്? വിരാധൻ. കുംഭസംഭവൻ എന്ന് പേരുള്ള മഹർഷി ആരായിരുന്നു? അഗസ്ത്യൻ. ജംബാരി ഏത് ദേവന്റെ പേരായിരുന്നു? ദേവേന്ദ്രൻ. സീതാ ലക്ഷ്മണ സമേതനായി ശ്രീരാമൻ ആശ്രമം പണിതത് എവിടെയായിരുന്നു? പഞ്ചവടിയിൽ.
പഞ്ചവടിയിൽ താമസിക്കെ ശ്രീരാമനെ സമീപിച്ച രാക്ഷസി ആരായിരുന്നു? ശൂർപ്പണഖ. യാമിനീചരന്മാർ എന്നാൽ ആരാണ്? രാക്ഷസന്മാർ. സീതാപഹരണത്തിനായി രാവണൻ ആരുടെ സഹായമാണ് തേടിയത്? മാരീചന്റെ. സാക്ഷാൽ സീതയെ എവിടെ മറച്ചുവെച്ചായിരുന്നു ശ്രീരാമൻ മായാസീതയെ ആശ്രമത്തിൽ നിർത്തിയത്? അഗ്നിയിൽ. രാവണൻ സീതയുടെ സമീപത്തു ചെന്നത് ആരുടെ രൂപത്തിലായിരുന്നു? ഭിക്ഷുവിന്റെ രൂപത്തിൽ. രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ എതിരിട്ട പക്ഷിശ്രേഷ്ഠൻ ആരായിരുന്നു? ജടായു. രാവണന്റെ ഖഡ്ഗത്തിന്റെ പേര്? ചന്ദ്രഹാസം. രാവണൻ സീതാദേവിയെ താമസിപ്പിച്ചത് എവിടെയായിരുന്നു? അശോകവനത്തിൽ. ഏതു വൃക്ഷത്തിന്റെ ചുവട്ടിലായിരുന്നു അശോകവനത്തിൽ സീതാദേവി ഇരുന്നത്? ശിംശപാവൃക്ഷച്ചുവട്ടിൽ. രാമലക്ഷ്മണന്മാർ മാതംഗാശ്രമത്തിൽ കണ്ടുമുട്ടിയ തപസ്വിനി ആരായിരുന്നു? ശബരി. കിഷ്കിന്ധാകാന്ഡം. സുഗ്രീവന്റെ വാസസ്ഥലം ഏതായിരുന്നു? ഋഷ്യമൂകാചലം. ഹനുമാൻ ആരുടെ പുത്രനായിരുന്നു? വായുഭഗവാൻ. ബാലി താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? കിഷ്കിന്ധയിൽ. മിത്രാത്മജൻ ആരുടെ പേരാണ്? സുഗ്രീവൻ. ബാലിയുടെ പത്നി ആരായിരുന്നു? താര. സുഗ്രീവന്റെ പത്നി ആരായിരുന്നു? രുമ. ബാലിയുടെ പുത്രന്റെ പേരെന്ത്?
അംഗദൻ. അസുരശില്പി ആരാണ്? മയൻ. ആരാണ് ദേവശില്പി? വിശ്വകർമാവ്. സീതാന്വേഷണത്തിന് പോയ വാനരന്മാർ ചെന്നെത്തിയ ഗുഹയിൽ വസിച്ചിരുന്നത് ആരായിരുന്നു? സ്വയംപ്രഭ. മഹാവിഷ്ണു ഏതവതാരം സ്വീകരിച്ചപ്പോഴായിരുന്നു ജാംബവാൻ അദ്ദേഹത്തെ 21 വട്ടം പ്രദക്ഷിണം വച്ചത്? വാമനാവതാരം. ഏതു മഹർഷിയുടെ അസ്ഥി കൊണ്ടായിരുന്നു വജ്രായുധം നിർമ്മിക്കപ്പെട്ടത്? ദധീചി മഹർഷി. ലങ്കയിലേക്ക് പുറപ്പെട്ട ഹനുമാൻ സമുദ്രലംഘനത്തിനായി ഏത് പർവ്വതത്തിനുമേൽ കയറിയിട്ടാണ് ചാടിയത്? മഹേന്ദ്ര പർവ്വതം. ലങ്കയിലേക്ക് കടൽ മാർഗം എത്ര യോജന ദൂരമുള്ളതായിട്ടാണ് രാമായണത്തിൽ പറയുന്നത്? 100 യോജന. സുന്ദരകാന്ഡം. ഹനുമാൻ ലങ്കയിലേക്ക് പോയതു മുതൽ മടങ്ങിയെത്തുന്നതുവരെയുള്ള കഥാഭാഗം വർണ്ണിക്കുന്നത് രാമായണത്തിലെ ഏതു കാണ്ഡത്തിലാണ്? സുന്ദരകാന്ഡം. സുന്ദരകാന്ഡം രചിച്ചിട്ടുള്ളത് ഏത് വൃത്തത്തിലാണ്? കളകാഞ്ചി. ഹനുമാൻ ലങ്ക ലക്ഷ്യമാക്കി യാത്ര തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബലവേഗങ്ങൾ പരീക്ഷിക്കുവാനായി ദേവന്മാർ ആരെയാണ് അയച്ചത്? സുരസയെ. ഹനുമാന്റെ നിഴൽ പിടിച്ചു നിർത്തിയ രാക്ഷസിയുടെ പേരെന്താണ്? സിംഹിക അഥവാ ഛായാഗ്രഹിണി. ലങ്ക സ്ഥിതി ചെയ്യുന്ന പർവ്വതത്തിൻ്റെ പേരെന്താണ്? ത്രികൂടം. ചിത്രകൂടത്തിൽ വസിച്ചിരുന്ന സമയത്ത് കാക്കയുടെ രൂപത്തിൽ വന്ന് സീതാദേവിയെ ദ്രോഹിച്ചത് ആരായിരുന്നു? ജയന്തൻ. രാവണപുത്രനായ മേഘനാഥന്റെ മറ്റൊരു പേര്? ഇന്ദ്രജിത്ത്. ഹനുമാൻ ലങ്കയിലേക്ക് മടങ്ങി വരുന്നതിനിടയിൽ തൻ്റെ 2 സിദ്ധികൾ പ്രയോഗിക്കുകയുണ്ടായി. അവ ഏതെല്ലാം? അണിമ, മഹിമ. ഹനുമാൻ ലങ്ക ദഹിപ്പിക്കുന്ന അവസരത്തിൽ തീ കൊളുത്താതെ രക്ഷിക്കപ്പെട്ട മന്ദിരം ആരുടേതാണ്? വിഭീഷണന്റെ.